Hi everyone, this is Shweta. My name is Inder and welcome to our channel. It's time for Waza 2. Let's watch it. अरे सिगरेट चालू झालं तर अरे इसके कपड़े पहन के जा रहा है अरे Nice. मैंने पढ़ाई की है ഞാൻ നന്നായിട്ട് എഴുതിയതായിരുന്നു. ഇതിപ്പോ എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ. ഇപ്പൊ ഉമ്മാരെ കൂടെ അടുത്ത പ്രാവശ്യം ഉമ്മാര് ജയിച്ചാ ഞാനെ കൂടെ ഇരിക്കും മോനെ. അവരെ ഒറ്റയ്ക്കാകത്തില്ല. സത്യം. ആ അപ്പൊ നിങ്ങൾ നോക്കൂ. ഈ അവരെയല്ല അപ്പൊ ഒരുമിച്ച് പഠിക്കും. പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അച്ഛല്ലേ മോനെ? ആ അച്ഛനുണ്ട്. അമ്മേ അച്ഛനെ വിളിച്ചേ. കൃഷ്ണപ്രിയയുടെ ഫാദർ കൃഷ്ണപ്രിയയുടെ ഫാദർ വന്നിരുന്നു. കിട്ടുന്നതേ ഒരു പരിധിയുണ്ട്. എടോ എന്നത് കടമറ്റ കാശിലേക്ക് തിരിച്ചതാണോ? ഞാൻ കാശ് വീട്ടിൽ പറഞ്ഞില്ലേ പിന്നെന്താ? അത് പറയാനുള്ള ഒരു കാലം പറയാനില്ല. അങ്ങോട്ട് കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടോ മാനതായി ഇനി ഒരു അവധി പറയാൻ നോക്ക്. എന്റെ ഇത് കുറച്ച് ഫണ്ട് തരാനുണ്ട്. അത് കിട്ടുവാണെങ്കിൽ നിന്റെ വീട്ടിലെത്തിച്ചിരിക്കും. ഓരോ സ്ഥലങ്ങൾ നടക്കുമ്പോഴേ വീട് പെയിന്റ് അടിച്ച് ടിപ്ടോപ്പിൽ നല്ലൊരു കാര്യമില്ല. കാശ് എന്റെ പിള്ളേര് നിങ്ങളുടെ കാശ വെറുതെ കഴിഞ്ഞു പറ്റില്ല. വരുന്ന ബുധനാഴ്ച എനിക്ക് ചിട്ടിയുടെ കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഞാൻ തന്നോളാം. ബുധനാഴ്ച ഞാൻ വരും. അമ്മ എനിക്ക് ആ കാശ് കിട്ടിയില്ലെങ്കിൽ കൊള്ളാൻ കിട്ടി. വീട്ടിലാണല്ലോ എന്താണുള്ളത്. ഇതിന്റെ വാങ്ങിച്ച് അതെ, നമുക്ക് പൈസ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റ് എല്ലാം കിട്ടാൻ നോക്കാം. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? അവൻ പ്ലസ് ടു കഴിഞ്ഞല്ലേ ഉള്ളൂ. ഡിഗ്രി പോലും പാസ്സാവാതെ എന്തെടുക്കാനാ? ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചോളാം. അങ്ങനെ കാര്യം ചെയ്യും. ഇത് വായിക്കും. അങ്ങനെയുള്ളതാകുമ്പോ ഇഷ്ടം പഠിക്കുകയും ചെയ്യാം, ജോലിക്ക് പോവാം. ഒരു 10 മണിക്കൂർ പഠിക്കാൻ തന്നെ നല്ല കാശ് കിട്ടും. പഠിക്കാം. അങ്ങനെ ജീവിതം എത്രയോ കുട്ടികൾ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല. ഇവന്റെ പഠിപ്പ് കഴിയാണ്ട് ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. അവിടെ നിൽക്കുന്നതാ. ഓ ഞാൻ അവിടെ പോയി ഇവിടെ മുൻപിലിരിക്കാനായിരിക്കും. എങ്ങനെയാ അപ്പോഴോട്ടെ ഞാനൊക്കെ കഷ്ടപ്പെട്ടിട്ടാ ഈ കൊടുത്ത് പഠിക്കാവുന്നത്. സഞ്ജയ് പാസ്പോർട്ടാണ് സൂക്ഷിച്ചു വെക്കണം. But dude, what you are doing? उसको पता नहीं है ना. ഈ പ്രായത്തിൽ കോളേജിൽ നിന്ന് അടിച്ചു കുടിക്കല്ലേ, കരളൊക്കെ അടിച്ചു പോകും. അതൊക്കെ എന്റെ മനുഷ്യനാവൻ ഒന്നുമില്ലേ പറയാൻ. അപ്പൊ ഇപ്പൊ അവിടെ പോയി കിടന്ന് ഒന്നുകിരിക്കും. നീ അവനെ കേട്ട്
अरे അവന്റെ ഒരു ബ്രഹ്മളിപ്പ്. ഓരോ ഭാവം. ഇരിക്കുമ്പോ നമുക്ക് സമാധാനം, വീട്ടുകാർക്ക് സമാധാനം. സമാധാനത്തിന് വേറെ സാധനങ്ങൾ ഇനിയുണ്ട്. അതെന്താണ്? അതൊക്കെ ഉണ്ട്. തരാം, സമയമാവട്ടെ. നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? നമ്മളൊക്കെ വലിയ പിള്ളേരായി. ഇത്രേ ഉള്ളൂ. അതിനങ്ങ് വലിയ പയ്യനായില്ലേ? ഓ, ഇപ്പൊ പ്ലസ് ടു എഴുതാൻ നിൽക്കുന്നു. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അത് പെട്ടെന്ന് നടത്തിക്കൂടെ? അത് അവൻ അറിഞ്ഞോണ്ടൊരു വിധത്തിൽ നടക്കും തോന്നുന്നില്ല. ഓക്കെ. സഹായിക്കണം. കണ്ട് മോന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ശരിയാങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അതെ, നിങ്ങളെ വളച്ചൊടിക്കാതെ കാര്യം പറ. അത് പിന്നെ അല്ലേ 17 വയസ്സായി. ആയി. അത് വെച്ച് നോക്കുമ്പോ എന്റെ മകന് 18 വയസ്സായില്ലേ? അടുത്ത വർഷം അവന് പാസ്പോർട്ട് എടുക്കണതാ. അതല്ല, അവന്റെ സുന്നത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. ഓ, ഈ പ്രായത്തിലാ at this age. പറ്റൂ. ഒസാന്റെ സമാധാനത്തിനെങ്കിലും വേണ്ടി. അപ്പൊ പിന്നെ അത് നടത്തിക്കൊടുക്ക്. പക്ഷെ എന്ത് ചെയ്താലും അവൻ സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് പിടിക്കാൻ നോക്കിയാ ഓടിക്കളയും. അതിനിപ്പോ ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പിടിച്ചാലോ? ओके അല്ല, അതെങ്ങനെ? ഞാനൊരു കുഞ്ഞു സാധനം തരാം. അത് ഇവിടെ വെച്ചിട്ട് ഒരു ദിവസം ഈ വീട്ടിൽ ഒന്ന് മാറിയിരുന്നാ മതി. അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. അതിന് വീഴാത്ത ഒരു മലയാളി ചെക്കനും ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഓക്കെ. എന്താ പരിപാടി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞല്ലേ വന്നത്. എന്റെ കൂട്ടുകാരുടെ സിരിപ്പേരാ. 2 ദിവസം ഇരിക്കട്ടെ. ओके നാളെ കല്യാണത്തിന് വരുന്നുണ്ടോ നീ? ഏയ്, എനിക്ക് കുറെ പഠിക്കാനുള്ളതാ. പരീക്ഷ എത്തി. ഇത് തീർത്ത് ഞാൻ പോവാ പഠിക്കാൻ. ഓക്കെ. ഹലോ, അച്ഛൻ നാളെ വീട്ടിലില്ല. അവന്മാരോട് പറഞ്ഞു. ഓക്കെ. How can you calculate the total marks of a student and he പുറത്തൊക്കെ പോയത് ഇരുന്ന് പഠിക്കണം. അതൊക്കെ ഉള്ളൂ. സെന്റർ ടു ദ ബോട്ടം റൈറ്റ് ഓഫ് the main ingredient is ഇന്നത്തെ ഈ പരിപാടി യാസ്ബായ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരല്ലേ, വീട്ടിൽ ആളില്ലാണ്ട് ഒരു അവസരം കിട്ടിയ അവന്മാര് വെറുതെ ഉള്ളൂ. ഇപ്പൊ ഒരുത്തം സീഡിയായിട്ട് വരും. കയ്യിലെന്താ പാമോയില്ല. they bring bottle and everything huh? കണ്ടുപിടിക്കാൻ തുടങ്ങിയ ഇനി അവനായിരിക്കും സീഡിയായിട്ട് വരുന്നത്. ആര്? എന്റെ മോനല്ലേ, എനിക്കറിയാം. സീഡിയല്ലോ, ഏടിയല്ലേ? എല്ലാവരും വല്ലാണ്ട് എല്ലാം നിലവിൽ നടക്കണേ. സുന്നാത്ത് നടത്താൻ പറ്റിയ സമയം.
റെഡിയായി വരും. ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം ഇനിയോടാനെല്ലാ വഴിയും പഴുതും ആകെ അടച്ച് കുരുക്കി ടൊസ്സ കൈകാലാകെ പിടിച്ച് വലിച്ച് തിരിച്ച് ഇല്ല നമുക്കറിയാവൂലനും തിരിയാനും കഴിയൂല വെളിമിടുതാലും കത്തുക തട്ടിമിട്ട് വിട്ട് കെട്ടി സുഖാനല്ലോ. മുട്ടിനെ കല്യാണോ പലയിടുവിലെ സുരത്തെ കല്യാണോ വീട്ടിലിതാഘോഷം സൽക്കാരത്തിന് മൊത്തത്തിമാതാരം സുന്നത്തെ കല്യാണോ വീട്ടിലിതാഘോഷം സൽക്കാരത്തിന് കല്യാണോ പലയിടുവിലെ സുന്നത്തെ കല്യാണോ വീട്ടിലിതാഘോഷം സൽക്കാരത്തിന് മൊത്തത്തിമാതാരം. ഒരു എഡ്ജ്, ഒരു ഷേപ്പിന്, ഒരു ഫിനിഷിങ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓക്കെയാണ്. പിള്ളേരെയൊക്കെ ഒരുമിച്ചിട്ട് പഠിപ്പിക്കാനുള്ള സ്ഥലം പ്രശ്നം മിക്സർ മാറ്റിയാൽ തന്നെ ഒരു എല്ലാം ശരിയാവും. ഓരോരോ നിയമങ്ങളും നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്താ സാറേ എന്താണ് പരിപാടി? ബുക്ക് മേടിക്കാനായിട്ട്. ബുക്ക് മേടിക്കാനായിട്ട്. കേരളത്തിന്റെ അടിയിലാണല്ലോ ബുക്ക്. സത്യം പറയണം, എന്താ പരിപാടി? ഇല്ല സാറേ, അവനൊന്നും ഇല്ല. എന്താ ഇതിന്റെ കയ്യില്? എന്താ കയ്യിലെന്ന്? നമ്മളെയൊക്കെ പുറകിലെന്നാ നടക്കുന്നറിയാമോ? ഒന്ന് കേട്ടോ കേട്ടല്ലോ കേട്ടല്ലോ. ഇത് ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലൊക്കെ അറിയിക്കണം. അയ്യോ വീട്ടിൽ അറിയിക്കല്ലേ. അറിയണോ? എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ സമാധാനം പറയാം. വീട്ടറിയിക്കണം. നല്ലത്. അതന്നെ നല്ലത്. സാറ് പോയി എന്താ ചെയ്യേണ്ടത്? മേഡം ഒന്നും ആലോചിക്കില്ല, ഇവരുടെയൊക്കെ വീട്ടിൽ വിളിച്ചോട്ടെ. അതെ 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 അതെ.
ബുദ്ധിമാൻ നിങ്ങളെ വേണ്ടി പറയാതിരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ക്ലാസ് റൂമിൽ ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നുണ്ടെന്നും ആരൊക്കെയാണ് ക്ലാസ് റൂമിൽ പ്രേമിക്കാൻ വരുന്നതെന്നും ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിങ്ങളെ രണ്ടുപേരും ബാബാരെ ബാബ അരെ Oh God. नहीं होगी ये किसके साथ അതെ आशी ये क्या हुआ ये तो खुश हो गया അതെ നിന്റെ അനിയത്തി എന്തിയടാ? ക്ലാസ്സിൽ കാണും സാറേ, ക്ലാസ്സിൽ കാണും. ഉറപ്പാണോ? ഉറപ്പാ. മൊത്തം കുഴപ്പമാണല്ലോടാ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സർ. ഇനി അവൻ ആവർത്തിക്കില്ല. എന്ത് ശ്രദ്ധിക്കാമോ നിങ്ങള്? നിങ്ങളുടെ മോനോട് കാണിക്കുന്ന കോപ്രായ്മല്ലോ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മോനോട് ചെയ്ത എന്താണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ എവിടെയാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആരുടെ കൂടെയാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്ത് പേരന്റാ നിങ്ങൾ? രാവിലെ യൂണിഫോം പിടിച്ച ടിഫിൻ ബോക്സ് കൊടുത്തു വിട്ടോ. വേറെ ഒന്നും അറിയണ്ട. ഇവർ ഈ വളം വെച്ചു കൊടുക്കണ്ട ഈ പിള്ളേരിനെ മനസ്സിലാകുന്നത്. ഇവരൊക്കെ വൈകിട്ട് വരുന്നത് തന്നെ അവമാനം കഴിക്കാനാണ്, അല്ലാതെ പഠിക്കാനൊന്നുമല്ല. എന്താണ് തോന്നി പഠിപ്പിക്കുന്നത്? എന്റെ തന്ത്രികളുടെ പേരിലാണ്. എനിക്കില്ല.
ചോദിക്കാൻ പറയാൻ ആരും ഇല്ലെന്നുള്ളത് നിലനിൽപ്പാ. മോഹൻലാലിക്ക് പഠിക്കുന്നത് സാറേ മതി സാറേ. സാറേ സാറ് ഇതിൽ ഇടപെടണ്ട. ഇടപെടൽ ക്ലാസ് എടുത്ത് സിനിമയ്ക്ക് പോയി. ये हमेशा सपोर्ट करता है. ഈ പ്രായത്തിലുള്ള തീർന്നതിൽ सही है. ഇവന്റെ തടി കൊണ്ടല്ല ടീച്ചറോട്ടൊക്കെ പറഞ്ഞു വിടണ ഇവനൊക്കെ. അങ്ങനെ ടീച്ചർ കൊടുക്കാൻ പറ്റില്ല. അടുത്ത മാസം പിള്ളേരെ പരീക്ഷ. എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന സാറന്മാരല്ലേ ഇവന്മാരെ തല്ലിയത്? വളരെ സാറുമാരല്ല സാറിനെ എന്നെ അവർ തല്ലിയോ? വേറെ ആരെങ്കിലും അവർ തല്ലിയോ? ഇങ്ങനെ മാത്രമേ അവർ തല്ലിയോ? അത് ഇയാളുടെ കയ്യിൽ പറഞ്ഞു. ഓഹോ, അപ്പൊ താങ്കളുടെ സപ്പോർട്ട് ചെയ്യാൻ പിള്ളേരോട് പറയേണ്ട വർത്താനമാണോ സാർ പറഞ്ഞു? പിള്ളേരുടെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. പിള്ളേരാകുമ്പോ തെറ്റുകുട്ടികൾ പറ്റും. അത് പറഞ്ഞു മനസ്സിലാക്കാതെ ഇമ്മാതിരി വർത്താനം പറയാം. പിള്ളേർ ആരാണെങ്കിലും കൂടെയുള്ള ഒരാളുടെ പ്രശ്നം പറ്റിയാൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. പിന്നെ എങ്ങനെ പെരുമാറുന്നത്? സാറേ ഇത് മുജീബ് സാറിന്റെ തല്ലിയ പോലെ പുറത്തിറങ്ങി നടന്നാലുണ്ടല്ലോ. ഒരുത്തരും പഠിക്കണ്ട, എല്ലാവരും ഇരിക്കണം. 2 ഗേറ്റിൽ ഇറങ്ങിക്കോ. എല്ലാത്തിനും ടീച്ചർ ഞാൻ പറഞ്ഞു വിടും കേട്ടോ. क्या यार. ये बोल भी ज्यादा रहा था यार. ഇനി നിങ്ങളുടെ മോളുടെ കാര്യം. അവളെ സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അത് നിങ്ങളുടെ 2 പേരുടെയും ഉത്തരവാദിത്വത്തിലായിരിക്കണം. അവളിന് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കില്ലെന്ന് നിങ്ങൾ 2 പേരും എഴുതി എനിക്ക് ഒപ്പിട്ട് തരണം. अरे यार इतना मत चल रहा था ये, लेकिन ये ठीक है. देख बच्चे लोग करते हैं पर ही स्पोक टू मच. हाँ कुछ ज्यादा ही हो गया. और वो बहुत टारगेट ही करता रहता है. देख ना ऐसे किसी को मारता रहता है. Every student has done this. I have also done this. Every student has done this. But yes, parents को कंप्लेन करो ठीक है, but he spoke out of the line. इतना अच्छा सब जा रहा था, मजाक मस्ती सब एकदम बहुत सही चल रहा था. ऊपर से ये अरे बट वो हाशिर का अरे वो तो पता ही नहीं था. ये भी इसको लाइक करती है. हाँ वो तो पता ही ऐसा नहीं था. इनडायरेक्ट प्रपोजल आ गया होता. इनडायरेक्ट आ गया. हाँ सर आई एम हाशिर. इतना खुश हुआ वो. पर अभी देखना है कि क्या होने वाला है. यार वो बच्ची के लिए ही बुरा लगा. अरे सब बच्चे करते हैं यार. इट्स फाइन, इट्स नॉर्मल, बट ऑफ कोर्स लिमिट के बाहर नहीं जाना चाहिए. बट ही स्पोक वे टू मच. लेट्स सी व्हाट्स गोना हैपन नेक्स्ट. So guys, meanwhile take care. बाय बाय.